ബ്രാഡ് പിറ്റ് ധരിച്ചിരിക്കുന്ന ഈ ഒരു ഷർട്ട് നോക്കിയേ, നമ്മൾ വിചാരിക്കും ഇതൊരു യൂറോപ്യൻ ലക്ഷറി ബ്രാൻഡിന്റെ ഒക്കെ ആയിരിക്കുന്നു. പക്ഷേ റിയാലിറ്റി എന്തെന്നാൽ 700 വർഷം പഴക്കമുള്ള ഒരു ഗുജറാത്തി വേവിംഗ് ടെക്നിക് ഉപയോഗിക്കുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡിന്റെയാണ് ആക്ച്വലി ഷർട്ട്. എന്റെ ക്വസ്റ്റ്യൻ എന്തെന്നാൽ ഈ ബ്രാൻഡ് എങ്ങനെയാണ് ഹോളിവുഡിലേക്ക് എത്തിയതെന്നാണ്. സ്റ്റോറി തുടങ്ങുന്നത് അങ്ങ് ഡൽഹിയിലാണ്. 2 ഫൗണ്ടേഴ്സ് ചേർന്ന് ഒരു റിസ്ക് എടുക്കാണ്. മിഷൻ മെയ്ഡ് ക്ലോത്ത്സ് ഒഴിവാക്കി ഇന്ത്യയുടെ ആ പഴയ ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലോത്ത്സ് കൊണ്ടുവരാമെന്ന്. ഇന്ത്യയിലെ ആർട്ടിസൻസിനൊപ്പം വർക്ക് ചെയ്ത് ഖാദി, ഹാൻഡ് വേവിംഗ്, നാച്ചുറൽ ഇൻഡിഗോ ഡൈ പോലുള്ള ഓൾഡ് ടെക്നിക്സ് അവർ കൊണ്ടുവരാണ്. പിന്നീട് അവർ പാരീസ്, ന്യൂയോർക്ക് ഫാഷൻ ട്രേഡ്സ് അവിടേക്കൊക്കെ പോയി. അവിടെ വെച്ചാണ് ഗ്ലോബൽ ആയിട്ടുള്ള ബയേഴ്സ് ഇവരെ നോട്ടീസ് ചെയ്യുന്നത്. അതൊക്കെ മിസ്റ്റർ പോർട്ടർ, മാഞ്ചസ് ഫാഷൻ, ജാപ്പാനീസ് ബുട്ടിക്സ്, ഓഗൻ പോലുള്ള പ്രീമിയം സ്റ്റോഴ്സ് ഇവരുടെ പ്രൊഡക്ട്സ് സ്റ്റോക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഫാക്ടറീസ് റിജക്ട് ചെയ്ത ആ ഇന്ത്യൻ ഹാൻഡ് മെയ്ഡ് ടെക്നിക്സ് ഇന്ന് ഗ്ലോബൽ ലക്ഷറി മാർക്കറ്റിൽ പ്രീമിയം പ്രൊഡക്ട്സ് ആയി മാറി. ഇവരുടെ വാർഷിക വരുമാനം തന്നെ എടുത്താൽ 7.6 കോടിയോളം വരുന്നുണ്ട്. മാഞ്ഞു പോയിക്കൊണ്ടിരുന്ന ആ ഹാൻഡ് മെയ്ഡ് ഇന്ത്യൻ ഫാഷനെ ഗ്ലോബൽ ലക്ഷറി ബിസിനസ് ആക്കിയ ബ്രാൻഡാണ് 1111.